ആർത്തവം ഒരു പ്രശ്നമായതെന്നാ എന്റെയൊക്കെ കാലം ഞാൻ പിന്നെ ഓപ്പൺലി പറയാം, 3-4 ലെയർ തുണി വെച്ചിട്ടാ ഞങ്ങളൊക്കെ സ്കൂളിൽ പോയത്. 3-4 ലെയർ തുണി വെച്ച് തുണി ഉടുത്ത്, അന്ന് തുണി ഉടുക്കുന്ന രീതി അമ്മ പറഞ്ഞു തരും. പിന്നെ ആദ്യത്തെ മാസമുറയുടെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മള് വീട്ടിൽ വന്ന് പറഞ്ഞു പേടിച്ചാ പറയുന്നേ, എന്തോ നമ്മൾ ചാകാൻ പോകുന്ന എന്തോ സംഭവിക്കാൻ പോകുന്ന. ഇതിന് മുമ്പ് അതൊന്നും അങ്ങനെ പറഞ്ഞു തരികയല്ല, ഇന്ന് എല്ലാവർക്കും എല്ലാം അറിയാം. അപ്പൊ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് ഈ തുണി ഉടുക്കാനാണ്, എങ്ങനെയാണ് ഇത് ഉടുക്കുന്നത്. ഇപ്പൊ ഒരു തുണി എടുത്ത് ഇതിനെ മടക്കി കാണിച്ചിട്ട് നമ്മളോട് പറയും ഈ ഭാഗം ഫ്രണ്ടിൽ വരണം, ഈ ഭാഗം ബാക്കിൽ വരണം, എന്നിട്ട് അരയിൽ ഒരു കെട്ട് നമുക്കിട്ട് തന്നിട്ട് പറയും ഇതിങ്ങനെ വലിച്ചു മുറുക്കി ഉടുക്കണം. പീരിയഡ്സിന്റെ സമയത്ത് ഇതിങ്ങനെ മുറുക്കി നമ്മൾ ഉടുക്കണമെന്ന് പറയും. ഞങ്ങളൊക്കെ ഇത് 2-3 ലെയർ വെച്ചാ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ പുറകിൽ ഇങ്ങനെ തള്ളിയിരിക്കുന്നതിന്റെ ഒരു കോൺഷ്യസ്നസ് നമുക്കില്ല അന്ന്. നമ്മളന്ന് ഈ തുണി ഇതിൽ വലിയൊരു ഇതുണ്ട് സയൻസ് എന്ന് വെച്ചാല് നമ്മുടെ യൂട്രസിന് പീരിയഡ്സ് ആകുന്ന അങ്ങനെയല്ലേ ഡോക്ടർ, അത് താഴും എന്നുള്ളതല്ലേ കുറച്ച് പീരിയഡ്സിന്റെ സമയത്തുള്ള. അപ്പൊ നമ്മളിങ്ങനെ പണ്ട് സ്ത്രീകൾ കോണ കൊടുക്കും ഇല്ലേ, പറയില്ലേ 50കളൊക്കെ എത്തിയൊരു ഇത് വലിച്ചു മുറുക്കി കൊടുക്കുമായിരുന്നു, മനസ്സിലായി? അതൊക്കെ യൂട്രസിന് ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു. അപ്പം അവിടെ തുടങ്ങി അന്ന് ഇതൊരു പേടിപ്പിക്കുന്ന കാര്യമല്ല. വി ആർ വെരി ഹാപ്പി. എന്റെ മോള് ഋതുമതിയായെന്ന് പറഞ്ഞാൽ അതിലധികം സന്തോഷമൊന്നുമില്ല. കാര്യം പിന്നെ ആഘോഷങ്ങൾ ഉണ്ടാവും, വലിയ ആഘോഷമാണ് ഋതുമതിയാകാൻ തന്നെ. ബോഡിയുടെ ഒരു പ്രോസസ്സ് പിന്നെ തുടങ്ങി, സ്ത്രീ എന്നുള്ള നില തുടങ്ങി. അവിടെ തൊട്ട് പിന്നെ നമുക്ക് ആർത്തവത്തിന് വേദന വന്ന എന്ത് ഇച്ചിരി ജീരകവെള്ളം കുടിക്കാൻ തരും. നമ്മളോടൊരു പാഡ് ഒരു ഹോട്ട് എന്തെങ്കിലും അന്ന് പാത്രത്തില്ല ചൂടുവെള്ളം തരുന്നത്, ഇന്നത്തെ പോലെ. എന്നിട്ട് അതൊന്ന് വെക്കും, അല്ലെങ്കിൽ ഒരു ഇച്ചിരി മണല് വറുത്ത് തരും, നമ്മൾ അതങ്ങ് വയറിൽ വെക്കും. ഇത്രയേ ഉള്ളൂ. നമുക്കിതൊന്നും ചിന്തിക്കാൻ തരില്ല, കാര്യം നമ്മുടെ ഇൻഫർമേഷൻസ് കുറവാ. ഇതൊരു വലിയ പ്രശ്നമാണെന്നും നിന്നെ തകർക്കാൻ പോകുന്ന പ്രശ്നമാണെന്നും നിന്റെ ജീവിതം തീർന്നെന്നും ഒന്നും പറയാൻ അന്ന് ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻസ് കുറവാണ്. ലെസ് ഇൻഫർമേഷൻ, പ്രാക്ടിക്കൽ ആയിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. നമ്മൾ തുണി ഉടുക്കുന്നു, വീട്ടിൽ വന്ന് ഇത് നല്ല ഉരച്ച് കഴുകണം. ഇത് ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ, അതില് ഇൻഫർമേഷൻ ഫോൾസ് ഇൻഫർമേഷൻസ് കുറവാണ്. ഫോൾസ് ഇൻഫർമേഷൻസ് സത്യം സംഭവം അല്ലല്ലോ. അല്ല. അപ്പൊ നമ്മൾ ഇത് കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഇത് കഴുകണം. നമ്മളിത് വെള്ളത്തിലിട്ട് കുതിർത്തി ഇതൊക്കെ കഴുകി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുക, ഹൈജീനിക് ആക്കി. ഇത് നല്ലോണം ഡെറ്റോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം കഴുകിയിട്ട് ഉണക്കുകയാണ്. അവിടെ തൊട്ട് നമ്മളോട് ആർത്തവം ഒരു പ്രശ്നമാണെന്നോ നിന്നെ തകർക്കാൻ പോകുന്ന കാര്യമാണെന്നോ ഇതൊരു വേദനകളിലൂടെ കടന്നു പോകുന്ന കാര്യമാണെന്നോ ഒന്നും ആരും പറഞ്ഞു തരാനില്ല. പിന്നെ അന്നത്തെ ഭക്ഷണ ജീവിത രീതിയിൽ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ എത്ര കിലോമീറ്റർ നടക്കും? നമ്മൾ നടക്കുക, സ്കൂളിൽ പോകാൻ നടക്കുന്നു, കടയിൽ പോകാൻ നടക്കുന്നു, എവിടെയും നടന്നാ പോകുന്നു, സ്പോർട്സിന് പോകുന്നു. നമ്മളൊരു 7 കിലോമീറ്റർ 5 കിലോമീറ്റർ 7 കിലോമീറ്റർ ഉള്ള ബന്ധുക്കളുടെ വീട്ടിലൊക്കെ നടന്നാ പോകുന്നേ.